Good morning, everyone. Welcome to a new English class. In this class, we have to study Plus 1 English Focus Area 2021. These are the lessons we have to study in detail. The first one is first flight, I will fly, if, and then Gandhi came, the price of flowers, death to the leveler, the sacred turtles of Kandav, and the Sarang of Ranaganji. Totally 8 lessons. In our textbook, we have seen these chapters, his first flight and I will fly if. These are from the first unit. Then Gandhi came, the price of flowers, death the leveler, from the second unit. And the sacred turtles of Kandav is third unit. Then the Sarang of Ranaganji from the fourth unit. We will discuss the more points about these chapters and author. Also, we have to discuss the important questions based on the exam orientation. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഈ ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ബ്രീഫായിട്ടുള്ള സമ്മറി, വളരെ ഷോർട്ടായിട്ടുള്ള സമ്മറിയും കൂടെ നമ്മൾ നോക്കുന്നുണ്ട് ഈ ക്ലാസ്സിൽ. ഓക്കെ, നൗ ലെറ്റ് സ്റ്റഡി ദ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്. ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് അവർ ഫസ്റ്റ് യൂണിറ്റ്. What is glimpses of our greatness? Glimpses of greatness introduce certain unique characters and character traits so that the learners may be motivated to have dreams to set goals. നമുക്ക് ലക്ഷ്യം ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ ലേണേഴ്സ്, അതായത് നമ്മളെ എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ യുണീക്ക് ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. രണ്ടാമത്തത് ഐ വിൽ ഫ്ലൈ ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. ദെൻ അനദർ എ പോയം ഈഫ് ബൈ റുഡ്യാർഡ് കിപ്ലിംഗ്. ബട്ട് വൺ ഇമ്പോർട്ടൻറ്റ് ലെസൺ ഈസ് റിമൈനിങ് ഹിയർ. ഒരു ചാപ്റ്റർ അവിടെ ബാക്കിയുണ്ട്. ഏതാണ് ആ ചാപ്റ്റർ? ക്വസ്റ്റ് ഫോർ തിയറി ഓഫ് എവറിഥിങ്. ഈ ഫോക്കസ് ഏരിയ മാത്രം നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് A+ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ക്വസ്റ്റ്യൻ പാറ്റേൺ ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പോലൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാറ്റേൺ വ്യത്യാസമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് സ്റ്റഡി ബിയോണ്ട് ദി ഫോക്കസ് ഏരിയ. ഫോക്കസ് ഏരിയയ്ക്ക് അപ്പുറത്തേക്കുള്ള കുറച്ച് ഭാഗങ്ങളും കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഗ്രാമർ പോർഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് യൂണിറ്റിലെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിഥിങ് എന്ന് പറയുന്നത് രണ്ടാമത്തെ യൂണിറ്റിൽ അതുപോലെ തന്നെ കംപ്ലീറ്റ് ഉണ്ട്. 3 ചാപ്റ്റേഴ്സും വന്നിട്ടുണ്ട് അല്ലേ. മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ട്രിപ്പ് ഓഫ് ലേഹോറിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിലൊക്കെ ട്രാവൽ എസ്സേ, ട്രാവൽ അതുപോലെ തന്നെ ട്രാവൽ ഇൻഫോ ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ ലാസ്റ്റ് യൂണിറ്റൊക്കെ സൈബർ സ്പേസ് ആണ്. അപ്പോൾ സൈബർ സ്പേസിലൊക്കെ നമുക്ക് എന്തായാലും അതിനകത്തുള്ള പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സൈബർ സ്പേസിനെ കുറിച്ച് തന്നെ ചോദിക്കാം. ടെക്നോളജിക്കൽ ഡിവൈസിനെ കുറിച്ച് ചോദിക്കാം. അതുപോലെ ഹാർമണി ഓഫ് ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ് ഗൂസ്ബെറീസ്, സ്ലീപ്പ് എന്നുള്ള പോയം. അപ്പോൾ ഗൂസ്ബെറീസിലെ ക്യാരക്ടർ സ്കെച്ചൊക്കെ നമ്മൾ നോക്കണം. ഇതിലെ ട്രക്ക് ഓഫ് ദ ടൈറ്റാനിക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇന്ത്യ. അപ്പോൾ നമ്മൾ ഫോക്കസ് ഏരിയ മാത്രം ഫോക്കസ് ചെയ്യാതെ എന്ത് ചെയ്യുക, ബിയോണ്ട് ദ ഫോക്കസ് ഏരിയയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. എന്നാലേ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് പാസ്സാണ് ഉദ്ദേശമെങ്കിൽ നമുക്ക് ഫോക്കസ് ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ളതിൻ്റെ സമ്മറി എന്ന് നോക്കിപ്പോയാൽ മതി. ഓക്കെ, ലെറ്റ് സ്റ്റഡി ദ ഡീറ്റെയിൽഡ് ഓഫ് ദി ഫസ്റ്റ് ഫ്ലൈറ്റ്. അതായത് ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററായ ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിവ്യൂ അതുപോലെ തന്നെ ഷോർട്ട് സമ്മറിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ട്രേറ്റ്സ് ഓഫ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നതിൽ
ട്രേഡ്സ് ഓഫ് ഗ്രേവ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹൗ ഡസ് ദാറ്റ് പേഴ്സൺ ഇൻസ്പയർഡ് ടു യു, നിങ്ങൾ എങ്ങനെയാണ് ആ പേഴ്സൺ ഇൻസ്പയർ ആക്കിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ റോൾ മോഡൽ എന്താണ്, അദ്ദേഹത്തിനുള്ള പ്രത്യേക ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന സംഭവമാണിത്. ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഇൻസ്പയറേഴ്സ്, എപ്പോഴും നമ്മളെ ഈ ഗ്രേറ്റ് പേഴ്സണാലിറ്റി നമ്മളിങ്ങനെ ഇൻസ്പയർ ആക്കും. അതുപോലെ തന്നെ വേർഡ്സ് ആൻഡ് ഡീഡ്സ് മോട്ടിവേറ്റേഴ്സ്, അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ദേ അച്ചീവ് ഗ്രേറ്റ്നെസ് ത്രൂ ഹാർഡ് വർക്ക് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, അല്ലേ? അവരെങ്ങനെയാണ് സക്സസ്സിലേക്ക് എത്തിയത്, അവർ ഗ്രേറ്റ്നെസ് എങ്ങനെയാണ് നേടിയെടുത്തത്? ത്രൂ ഹാർഡ് വർക്ക് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. പെർസീവറൻസ് ഈസ് ദ കീ ടു ഓപ്പൺ ദ വേൾഡ് ഓഫ് ഗ്രേറ്റ്നെസ്നെസ്. അപ്പോൾ ഗ്രേറ്റ്നെസ്നെസ് എന്നുള്ളതിൻ്റെ കീ വേർഡ് എന്ന് പറയുന്നത് പെർസീവറൻസ് ആണ്. തറോ ഹാർഡ് വർക്കിംഗ് ആണ്. നമ്മൾ എത്ര ഒബ്സ്റ്റേക്കിൾസ് ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ആ ഒരു ഹാർഡ് വർക്കിംഗ് ആണ് നമുക്ക് വേണ്ടത്. ദേ ആർ സിൻസിയർ ടു ദിയർ വേർഡ്സ് ആൻഡ് ഡീഡ്സ്. ആരാണോ അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സിൻസിയർ ആവുന്നത്, ദേ വിൽ ബിക്കം ഗ്രേറ്റ്. അവരാണ് എന്താവുന്നത്? മഹാന്മാരാവുന്നത്. ദേ ആർ പീപ്പിൾ വിത്ത് വിഷൻ ആൻഡ് പാഷൻ. അങ്ങനെയാണ്, അവർക്ക് ഒരു പ്രത്യേക കഴിവാണ്. ദെയർ ഇൻ്റർവെൻഷൻസ് ചേഞ്ച് ദ വേൾഡ്. അവരുടെ ഇടപെടലാണ് തീർച്ചയായിട്ടും ഈ ലോകത്തെ മാറ്റിമറിച്ചത്. അതിന് എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത് നെൽസൺ മണ്ടേല. നമ്മുടെ ഏബ്സ് ഫസ്റ്റ് സ്പീച്ചിലുണ്ടാവും. അതാരാ ഏബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്നുള്ളത്? അബ്രഹാം ലിങ്കൺ, അല്ലേ? അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തുന്നതാണിത്. ദേ ആർ ഒപ്റ്റിമിസ്റ്റിക്, നല്ല ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കാം. അവരൊരിക്കലും തളരില്ല. ദേ ബിക്കം യുണീക്ക് ഫേസിങ് ചലഞ്ചസ് ഓഫ് ലൈഫ് വിത്ത് എ കറേജ്, കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. അവർക്കുണ്ടാകുന്ന ഒരു പ്രത്യേക കഴിവുകളാണ് കറേജ്, കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. ദേ ആർ സ്ട്രോങ് വിത്ത് ദ ബിലീഫ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. അതുപോലെ തന്നെ അവരുടെ ഒരു വിശ്വാസമുണ്ട്, ഏത് നല്ലതും നന്മയും വരുന്നത് ഏതിൽ നിന്നാണ്? അഡ്വേഴ്സിറ്റിയിൽ നിന്നാണ്. അഡ്വേഴ്സിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് സന്തോഷം കിട്ടുകയുള്ളൂ, അതല്ലെങ്കിൽ നമുക്ക് സക്സസ് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ദേ ഓൾവേസ് റിമൈൻഡ് ദ പീപ്പിൾ അറൗണ്ട് ദം ആൻഡ് ദേ ആർ ദ നീഡ് ഓഫ് ദി അവർ. പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്നത് അവരുടെ ഒരു ജനങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, എപ്പോഴും എന്ത് ചെയ്യുക? സമയത്തിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ദെയർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ക്യാൻ ബ്രിങ് റെവല്യൂഷണറി ചേഞ്ചസ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇൻ ഇമ്പോർട്ടൻ്റ് ഓഫ് കോൺഫിഡൻസ് ആൻഡ് കറേജ്. നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന അടുത്ത പോയിൻ്റ് എന്താണ്? കോൺഫിഡൻസിൻ്റെയും കറേജിൻ്റെയും ഇമ്പോർട്ടൻ്റ്. ഇതൊരു സ്പീച്ചായിട്ടോ അതല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് ആയിട്ടോ നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പ്രധാനം എന്തിൻ്റെയൊക്കെയാണ്? ധൈര്യത്തിൻ്റെയും അതുപോലെ തന്നെ കോൺഫിഡൻസിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. കോൺഫിഡൻസ് ആൻഡ് കറേജ് ആർ ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ് സ്കിൽ. അതറിയാലോ, പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ലാക്ക് ഓഫ് സച്ച് ക്വാളിറ്റീസ് ബ്ലോക്ക് അവർ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഇങ്ങനത്തെ ക്വാളിറ്റീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അവിടെ ബ്ലോക്കായി പോകുന്നവരുണ്ട്. ഫാമിലി പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ടു മേക്ക് അസ് കറേജസ് ആൻഡ് കോൺഫിഡൻറ്റ്. അതിലൊരു ഇമ്പോർട്ടൻ്റ് റോൾ ആർക്കാണുള്ളത്? ഫാമിലിക്കാണ്. അത് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലേ? ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് ദ മദർ ഓഫ് ദ യങ് സീഗൽ ഗേവ് ഹിം കോൺഫിഡൻസ് ടു ഫ്ലൈ. നമുക്കറിയാം മദർ ഓഫ് യങ് സീഗലിൻ്റെ അമ്മയാണ് അവന് കോൺഫിഡൻസ് കൊടുക്കുന്നതെന്ന്. നമുക്ക് സ്റ്റോറി റിവ്യൂ നോക്കുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും. അതുപോലെ തന്നെ ഐ വിൽ ഫ്ലൈ എന്നുള്ളതിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം വോണ്ടഡ് പീപ്പിൾ ടു ബി കോൺഫിഡൻറ്റ്, സെൽഫ് റിലയൻറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന 3 കാര്യങ്ങളാണത്, അല്ലേ? ഒന്ന് കോൺഫിഡൻ്റ് ആവുക, സെൽഫ് റിലയൻറ്റ് സ്വയം പര്യാപ്തയാവുക, അതിനൊക്കെ വേണ്ടത് എന്ത് വേണം? ബി ഹാർഡ് വർക്ക്, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യണം. ടു ബി സക്സസ്ഫുൾ വി ഹാവ് ടു ബി കറേജിയസ്, കോൺഫിഡൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ്. വി കാണ്ട് അച്ചീവ് എനിത്തിങ് വിത്തൗട്ട് ടേക്കിംഗ് റിസ്ക്. അപ്പോൾ റിസ്ക് എടുക്കാതെ നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. Without confidence, nothing worthwhile can be achieved. Parents have a major role to equip their children to face the challenges of life. അതുപോലെ കറേജ്, മോട്ടിവേഷൻ ആൻഡ് സപ്പോർട്ട് ഫ്രം ദ സൈഡ് ഓഫ് പാരൻസ് ഹെൽപ്പ് ദെയർ ചിൽഡ്രൻ ടു ഫ്ലൈ ഹൈ ടു ദ വേൾഡ് ഓഫ് സക്സസ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. കാരണം പാരൻസിൻ്റെ റോള് ആ മദർ സീഗലിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ജനങ്ങൾ, അതായത് കുട്ടികളുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള അവസരങ്ങളിൽ പാരൻസ് എന്ത് റോളാണ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം മദേഴ്സ് കെയർ ആൻഡ് ലവ്, എങ്ങനെയാണ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഗോഡ് കുഡ് നോട്ട് ബി പ്രസൻറ്റ് എവരിവെയർ, സോ ഹി ക്രിയേറ്റഡ് മദേഴ്സ്. എപ്പോഴും പറയുന്നത് എല്ലായിടത്തും ദൈവം പ്രത്യക്ഷപ്പെട്ടോളണം എന്നില്ല, പക്ഷെ അതിനു വേണ്ടിയാണ് ദൈവം ആരെ സൃഷ്ടിച്ചിരിക്കുന്നത്? അമ്മമാരെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അതാരതാ? ദ ടാഗോർസ് വേർഡ്സ് ആണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മദേഴ്സ്. അമ്മമാരെ കുറിച്ച് പറയുന്ന ടാഗോറിൻ്റെ വേർഡ്സ് ആണത്. അപ്പോൾ മദർ ഈസ് ദ ഫസ്റ്റ് ഫ്രണ്ട്, ഫസ്റ്റ് ടീച്ചർ ആൻഡ് ഫസ്റ്റ് ഗൈഡ് ഓഫ് ഹർ ചിൽഡ്രൻ. അമ്മയാണ് ആദ്യത്തെ ടീച്ചർ,
ആദ്യത്തെ ഫ്രണ്ട്, അതുപോലെ തന്നെ ആദ്യം ഗൈഡ് ചെയ്യുന്ന ആൾ അല്ലേ. എപ്പോഴും അമ്മയെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത്. ഷീ ഈസ് ദ ത്രെഡ് ദാറ്റ് കണക്ട്സ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ഫാമിലി. ഒരു ഫാമിലി മെമ്പേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നൂല് അതല്ലെങ്കിൽ ഒരു പാലം എന്ന് പറയുന്നത് ആരുടെയാണ്? അമ്മയാണ്. ഷീ ഈസ് സിമ്പിൾ ഓഫ് ലവ് ആൻഡ് സാക്രിഫൈസ്. ഒക്കെ അറിയാലോ. മദർ ഈസ് ദ പില്ലർ ഓഫ് എ ഫാമിലി. ഷീ ഈസ് ഗ്രേറ്റ് ലിസണർ ആൻഡ് എൻകറേജസ് ദ ചിൽഡ്രൻ ടു ഡു ദെയർ ബെസ്റ്റ്. ഷീ ഇൻസ്പയർസ് ദ ചിൽഡ്രൻ ടു ബിക്കം ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ്. ഷീ ഈസ് ദ ലവ്ലി ഷാഡോ ഓഫ് ഗോഡ് ഹൂ പ്രൊട്ടക്ട് ഹെർ ചിൽഡ്രൻ ഫ്രം ഓൾ ദി ഡേഞ്ചേഴ്സ്. അതുപോലെ തന്നെ സോ ലെറ്റ് us treat our mother with care and affection. In the story First Flight, the mother seagull gives all the motivation that the young seagulls needed to overcome its inhibition. ഉള്ളിലുള്ള ആ ഭയം പിന്നെ ഓവർകം ചെയ്യാൻ ഉള്ള പ്രേരണ അവിടെ ആരാണ് എടുത്തത്? ഫാമിലി മെമ്പേഴ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, 6 മെമ്പേഴ്സ് ഓഫ് ദാറ്റ് ഫാമിലി അല്ലേ. എന്നിട്ടും അതിൽ നിന്നും ആരാണ് എല്ലാ കാര്യത്തിനും മുൻകൈ എടുത്തത്? അമ്മയാണ്. അമ്മയ്ക്കാണ് അതിനൊരു എയിം ഉണ്ടായത്, അതിനുള്ളൊരു ധൈര്യം ഉണ്ടായത്, കൂടാതെ അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായത്. തൻ്റെ മകൻ ജയിക്കും അല്ലെങ്കിൽ സക്സസ് ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് അമ്മയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ മദേഴ്സ് ലവ് ആൻഡ് കെയർ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ഈ യൂണിറ്റ് ബേസ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ചാപ്റ്റർ ബേസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഓഫ് കോൺഫിഡൻസ് ആൻഡ് കറേജ് എന്നുള്ളതും ഈ യൂണിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ ഡിയർ ചിൽഡ്രൻ, അപ്പോൾ നമ്മൾ ഒരു ബ്രീഫ് സമ്മറി കണ്ടു. ഇനി അതിൻ്റെ ഷോർട്ടായിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കാം ഈ സ്റ്റോറിയുടെ. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഒരു റിവ്യൂ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ റിവ്യൂ എഴുതുന്ന സ്റ്റോറിയുടെ ഓഥർ ആരാണോ അയാളെക്കുറിച്ചും അതുപോലെ തന്നെ ആ സ്റ്റോറിയുടെ മെയിൻ തീമുമാണ് എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ 2 സെൻറ്റൻസുകളും അതാണ് തന്നിരിക്കുന്നത്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ ലിയാമോ ഫ്ലഹെർട്ടി. മനസ്സിലായല്ലോ മീനിങ് എന്താണെന്നുള്ളത്? ലിയാമോ ഫ്ലഹെർട്ടി വാസ് എൻ ഐറിഷ് നോവലിസ്റ്റ് ആൻഡ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അപ്പോൾ ഓഥറെക്കുറിച്ചുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ റിവ്യൂ എഴുതുമ്പോൾ ഫസ്റ്റ് എഴുതേണ്ട സെൻറ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് യങ് സീഗൽ ഹു വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. രണ്ടാമത്തെ സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞു. ദ യങ് സീഗൽ ലിവ്ഡ് ഓൺ എ ലെഡ്ജ് വിത്ത് ഹിസ് ഫാമിലി. അപ്പോൾ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായി. ദ യങ് സീഗൽ ലിവ്ഡ് ഓൺ എ ലെഡ്ജ് വിത്ത് എ ഫാമിലി. ഒരു ഫാമിലിയോട് കൂടി ലെഡ്ജിലാണ് യങ് സീഗൽ ജീവിക്കുന്നത് അല്ലേ. ഹി തോട്ട് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം ടു ഫ്ലൈ. അവൻ്റെ ഒരു പ്രശ്നം എന്താണ്? അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് കറേജ് മെയ്ഡ് ഹിം ടു സ്റ്റേ ഓൺ ദ ലെഡ്ജ്. അങ്ങനെയുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയും ധൈര്യമില്ലായ്മയുമാണ് അവൻ ആ ലെഡ്ജിൽ തങ്ങി നിൽക്കാൻ കാരണമാകുന്നത്. ദെൻ ഹി വാസ് ലെഫ്റ്റ് അലോൺ ഓൺ ദ ലെഡ്ജ് വിത്ത് നത്തിങ് ടു ഈറ്റ്. ഒന്നും തിന്നാനില്ലാതെ അവൻ ആ ലെഡ്ജിൽ ഒറ്റയ്ക്കായി അല്ലേ. ഹിസ് ഫാമിലി എസ്പെഷ്യലി മദർ ഗേവ് ഹിം കോൺഫിഡൻസ് ടു ഫ്ലൈ. അവൻ്റെ അമ്മ അവൻ്റെ ഫാമിലിയിൽ അവൻ്റെ അമ്മ പ്രത്യേകിച്ചിട്ടോ ഗേവ് ഹിം കോൺഫിഡൻസ് ടു ഫ്ലൈ. അവന് പറക്കാനുള്ള ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് ഒക്കെ അവന് കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇവിടെയും കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട് യങ് സീഗലിനെ കുറിച്ച് പറയാനുള്ളത്. ഹി തോട്ട് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം നേരത്തെ പറഞ്ഞതാണ്. ഹി വാസ് ഓൾസോ അഫ്രൈഡ് ഓഫ് ദ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് ദ സീ. പിന്നെ അവന് പേടി എന്താണ്? കടൽ, വിശാലമായ കടൽ. ഹിസ് സിബ്ലിങ്സ് ഫ്ലൂ ടു അതർ സൈഡ്. സിബ്ലിങ്സ് പറഞ്ഞാൽ സഹോദരി സഹോദരന്മാർ അല്ലേ. ഒരമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്ന സഹോദരി സഹോദരന്മാർക്കാണ് സിബ്ലിങ്സ് എന്ന് പറയുന്നത്. യങ് സീഗൽ വാസ് സ്റ്റാർവിങ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ യങ് സീഗലിന് പട്ടിണി കിടക്കേണ്ടി വന്നു, ഒരുപാട് നേരം വിശപ്പ് അനുഭവിക്കേണ്ടി വന്നു. ഹിസ് പാരൻസ് ട്രൈഡ് ടു മോട്ടിവേറ്റ് ഹിം. അവൻ്റെ പാരൻസ് ഒരുപാട് ശ്രമിച്ചു അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹിസ് മദർ അപ്രോച്ച്ഡ് വിത്ത് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് സാൾട്ടഡ് ഇൻ ദ എയർ. അമ്മ ഒരു ഫിഷിൻ്റെ കഷ്ണവുമായിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. കുറച്ച് നേരം ഇങ്ങനെ എയറിൽ നിൽക്കുകയാണ്. മാഡൻഡ് ബൈ ഹങ്കർ ദ യങ് സീഗൽ ഡൈവ്ഡ് അറ്റ് ഫോർ ദ ഫിഷ്. വിശന്ന് വലഞ്ഞ യങ് സീഗൽ എന്താ ചെയ്തത്? ആ ഫിഷിന് നേരെ ഒരൊറ്റ ചാട്ടം അല്ലേ. ദാറ്റ് ഹെൽപ്ഡ് ഹിം ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അതാണ് അവനെ പറക്കാൻ സഹായിച്ചത്. ആ വിശപ്പ് കാരണമാണ് അവൻ എന്ത് ചെയ്തത്? ഇന്ന് പറക്കാൻ സാധിച്ചത്. ഇവിടെയും അതുപോലെ തന്നെ ഹിസ് ഫാദർ, 2 brothers and sister were flying around him and supported him. പറന്ന് കഴിഞ്ഞപ്പം അവൻ്റെ ഫാദറും അതുപോലെ തന്നെ ബ്രദേഴ്സും എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചുറ്റും സൗണ്ട് ഉണ്ടാക്കി പറക്കാൻ തുടങ്ങി. ഫൈനലി ഹി ഫ്ലൂ ആൻഡ് ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ഷോഡ് ദെയർ ജോയ് ബൈ ഫ്ലൈയിങ് വിത്ത് ഹിം. എവരി ചൈൽഡ് നീഡ്സ് കറേജ് ആൻഡ് സപ്പോർട്ട് ഇൻ ഹിസ് ലൈഫ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എന്ത് വേണം? അവരുടെ ജീവിതത്തിൽ മതിയായ സപ്പോർട്ടും ധൈര്യവും ആവശ്യമാണ്. ടു ബി സക്സസ്ഫുൾ വി ഹാവ് ടു ബി കറേജിയസ്. അപ്പോൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരാവണം?
ധീരരാവണം, കോൺഫിഡൻ്റ് ഉണ്ടാവണം, ആൻഡ് സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തരാവണം. എന്നാലേ സ്വയം പര്യാപ്തരാവുകയുള്ളൂ. ദ സ്റ്റോറി കൺവേസ് ദ മെസ്സേജ് ദാറ്റ് വി കാൺഡ് അച്ചീവ് എനിത്തിങ് വിത്തൗട്ട് ടേക്കിംഗ് റിസ്ക്. ഈ സ്റ്റോറിയുടെ മെസ്സേജ് കൺവേ ചെയ്യുന്നത് റിസ്ക് എടുക്കാതെ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നതും, റിസ്ക് എടുക്കാതെ നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല എന്ന്. ലാസ്റ്റ് പണ്ട് പറയുന്നത് നോക്കിയേ, ദി ജേണി ഓഫ് 1,000 മൈൽസ് ബിഗിൻ വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. അപ്പോൾ 1 മൈൽ ദൂരം നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദ ജേണി ഓഫ് 1,000 മൈൽസ് ബിഗിൻ വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. കാരണം 1000 മൈൽ യാത്ര ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു ചുവട് വെക്കണം, അല്ലേ? ചുവട് വെക്കാതെ 1000 മൈൽ നടന്നിട്ട് വലിയ കാര്യമുണ്ടോ? അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാർഡ് വർക്ക്. നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്തേ മതിയാകും. അപ്പോൾ ഈ സ്റ്റോറിയുടെ മെസ്സേജ് നല്ലൊരു മെസ്സേജാണ്. കൂടാതെ ഇമ്പോർട്ടൻ്റ് തീം എന്ന് പറയുന്നത് ഫേസിങ് ആൻഡ് ഓവർകമ്മിങ് ചാലഞ്ചസ് ഫോർ അച്ചീവിങ് ഗ്രേറ്റ്നെസ്. അപ്പോൾ ഗ്രേറ്റ്നെസ് നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ചാലഞ്ചസ് നേരിടേണ്ടി വരും. അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഓവർകം ചെയ്യണം, അതിജീവിക്കണം. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മദേഴ്സ് റോൾ, ലവ് ആൻഡ് കെയർ. പിന്നെ ഈ സ്റ്റോറിയുടെ പ്രത്യേകത അമ്മയുടെ സ്നേഹവും ശ്രദ്ധയും, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് കറേജ്, കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. പിന്നെ ധൈര്യത്തിൻ്റെയും കോൺഫിഡൻസിൻ്റെയും അതുപോലെ തന്നെ സെൽഫ് റിലയൻസിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചും ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. ഇനി സ്റ്റോറിയുടെ റിവ്യൂ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ സ്റ്റോറിയുടെ ഏകദേശം ഒരു തീം കിട്ടിക്കഴിഞ്ഞല്ലോ. യങ് സീഗൽ ആൻഡ് ഹിസ് ഫാമിലി മെമ്പേഴ്സ് എന്താണ് ചെയ്യുന്നത്? പിന്നെ പറക്കാൻ പേടിയായ ഒരു പക്ഷിയെ പരമാവധി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പറക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്റ്റോറി, അല്ലേ? ആരാ പ്രേരിപ്പിക്കുന്നത്? അമ്മയാണ് പ്രേരിപ്പിക്കുന്നത്. എന്ത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്? ഒരു ഫിഷിൻ്റെ കഷ്ണം കാണിച്ചു കൊടുത്തുകൊണ്ട്. അതിന് കാരണം എന്താണ്? അവന് വിശന്ന് കഴിഞ്ഞപ്പോൾ അവന് ആ ഫിഷ് കിട്ടണമെന്നുള്ള ഒരു ആവശ്യം അവിടെ ഉണ്ടായി. അപ്പോൾ നമുക്ക് നെസസിറ്റി, ആവശ്യകതയാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യവും ചെയ്യും. അപ്പോൾ ആദ്യം ഇവന് പറക്കാൻ തോന്നിയില്ല, കാരണം അവന് വിശപ്പില്ല. പറന്ന് കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും ഫുഡ് കിട്ടുള്ളൂ എന്നുള്ള ഉറപ്പായി. അപ്പോൾ ഇപ്പോൾ വിശപ്പുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് അവൻ ആ മീൻ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാതായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പറന്നു. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം മനസ്സിലാക്കണം, അതുപോലെ തന്നെ അതിന് ഹാർഡ് വർക്ക് ചെയ്യണം. കൂടാതെ നമുക്ക് കോൺഫിഡൻസ് വേണം, സപ്പോർട്ട് വേണം, എൻകറേജ്മെൻറ്റ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ എന്തെങ്കിലും ജീവിതത്തിൽ നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ സ്റ്റോറി പറയുന്നത്. ഇനി റിവ്യൂ നോക്കാം കേട്ടോ. നൗ ലെറ്റ് us study his first flight. The story ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ സ്റ്റോറി ആരുടെ സ്റ്റോറിയാണെന്നൊക്കെ ഉള്ളത്. ആരുടെയൊക്കെ സ്റ്റോറി, ആരൊക്കെയാണ് കഥാപാത്രങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. എന്താണ് ഈ സ്റ്റോറിയുടെ പ്രത്യേകത എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ സ്റ്റോറിയുടെ കഥാപാത്രങ്ങൾ ആരൊക്കെ നോക്കാം. ആരൊക്കെയാണ്? ഇറ്റ് ഈസ് ദ സീഗൾസ് ഫാമിലിയാണ്, അല്ലേ? സീഗൾസ് ഫാമിലിയാണ്. അവരുടെ പ്രത്യേകത ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. അതിൽ വൺ സീഗൽ, ഒരു യങ് സീഗൽ, നമ്മുടെ മെയിൻ കഥാപാത്രം യങ് സീഗലാണ്. ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. ആ പറക്കാനുള്ള ഭയമുണ്ട്. അതിന് കാരണം എന്താണ്? ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് കറേജ് മെയ്ഡ് ഹിം ടു സ്റ്റേ ദർ. അവന് പറക്കാൻ പറ്റാത്തത് കൊണ്ട് ഹീ സ്റ്റേ ഓൺ ദ ലെഡ്ജ്. അവൻ ലെഡ്ജിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് വാസ് റിയൽ ക്രൈസിസ്. ശരിക്കും അവനൊരു ക്രൈസിസിൽ അകപ്പെട്ടിരിക്കുകയാണ്. കാരണം ഹീസ് ഫാമിലി ആൻഡ് അതർ മെമ്പേഴ്സ് ആർ ഗോൺ, അല്ലേ? മറ്റുള്ളവരൊക്കെ എന്തിനു വേണ്ടിയിട്ട് പോയി സെർച്ചും ഇര അന്വേഷിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. ബട്ട് ഹീ കാൺഡ്, അവന് മാത്രം സാധിക്കുന്നില്ല. ഹിസ് ഫാമിലി എസ്പെഷ്യലി മദർ ഗേവ് ഹിം കോൺഫിഡൻസ് ടു ഫ്ലൈ. അങ്ങനെ അമ്മ മാത്രമാണ് അവൻ എന്ത് ചെയ്യുന്നത്? പറക്കാനുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറിയുടെ ഓതർ ആരാണ്? ലിയാമോ ഫ്ലഹേർട്ടിയാണ്. ലിയാമോ ഫ്ലഹേർട്ടി വാസ് എൻ ഐറിഷ് നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. His first flight relates the importance of independence, confidence, as well as the need to remain involved in family life. അപ്പോൾ ഓതറിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നേരെ പഠിച്ചു വെക്കണം. ലിയാമോ ഫ്ലഹേർട്ടിയാണ് നമ്മുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന സ്റ്റോറിയുടെ റൈറ്റർ. ഇനി അതിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് പറയാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ദ ഷോർട്ട് സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാമോ ഫ്ലഹേർട്ടി നറേറ്റ്സ് ഹൗ ഫ്രൈറ്റൻഡ് സീഗൽ ലേൺസ് ടു ഫ്ലൈ. പേടിക്കുന്ന അല്ലെങ്കിൽ പേടിയുണ്ടായിരുന്ന ഒരു സീഗൽ എങ്ങനെയാണ് പറന്ന് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ സ്റ്റോറിയിൽ പറയുന്നത്. ദിസ് സ്റ്റോറി ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് റിലയൻസ്
വിൽ പവർ, ക്രൈസിസ് മാനേജ്മെൻറ്റ് ആൻഡ് പെർസീവറൻസ്. അപ്പോൾ ഈ സ്റ്റോറിയുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഈ സ്റ്റോറി ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? അത് നന്നായി ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് സ്വതന്ത്രമായി നടക്കണം, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. അപ്പോൾ സ്വതന്ത്രമാവണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം വേണം അല്ലേ? ഈ ആത്മവിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ സെൽഫ് റിലയൻ്റ് ആവുള്ളൂ, സ്വയം പര്യാപ്തമായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടത് നമുക്ക് എന്താണ്? ഒരു വിൽ പവറാണ്, ഒരു മനോധൈര്യമാണ്. അതുപോലെ തന്നെ ഒരു ക്രൈസിസ് മാനേജ്മെൻ്റ് ആണ്. ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്താനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണം. കൂടാതെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാർഡ് വർക്ക്, നമുക്ക് പെർസീവറൻസ് വേണം. ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് അധ്വാനിക്കണം. ഇവിടെ സ്റ്റോറിയിലേക്ക് കിടക്കുകയാണ്. വൺസ് എ യങ് സീഗൽ വാസ് സ്റ്റാൻഡിങ് എലോൺ ഓൺ എ റോക്ക് ഇൻ ദ സീ. ഒരിക്കൽ ആ സീയിലുള്ള ഒരു റോക്കിൻ്റെ മേലെ ഇങ്ങനെ യങ് സീഗൽ നിൽക്കുമായിരുന്നു. ഹി വാസ് വെരി മച്ച് അഫ്രൈഡ് ടു ഫ്ലൈ. എന്താ അവിടെ തന്നെ നിൽക്കാനാണ് കാരണം? അവന് പേടിയാണ്, പറക്കാനുള്ള ഒരു പേടി. കാരണം പറക്കാനുള്ള പേടി എന്ന് പറഞ്ഞാൽ അവൻ എന്തിനെയാണ് പേടിക്കുന്നത്? ബെനീത്ത് ഹിം എ വൈഡ് സീ, അല്ലേ? വിശാലമായ കടലാണ് താഴെയുള്ളത്. ആ കടലിലേക്ക് നോക്കുമ്പോൾ തന്നെ അവനാകെ പേടിയാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ സംഭവം, ഹി തിങ്സ് ഹീസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം. അവൻ ചിന്തിക്കുകയാണ് അവൻ്റെ ചിറകുകൾ അവനൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത്. ഹിസ് പാരൻസ് ട്രൈഡ് ദെയർ ലെവൽ ബെസ്റ്റ് ടു ടീച്ച് ടു ഫ്ലൈ. അവൻ്റെ പാരൻസ് അവരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പറക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. ബട്ട് ഇൻ വെയിൻ, പക്ഷേ നോ യൂസ് അറ്റ് ഓൾ, അതിലൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. ദ യങ് സീഗൽ വാസ് മാഡൻഡ് ബൈ ഹങ്കർ. അങ്ങനെ 24 മണിക്കൂർ അവനെ പട്ടിണിക്കിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവൻ വിശക്കും അല്ലേ? അത് യങ് സീഗൽ വാസ് മാഡൻഡ് ബൈ ഹങ്കർ. വിശന്നവനാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി. ഹീ സോ ഹിസ് മദർ ച്വയറിങ് എ പീസ് ഓഫ് ഫിഷ്. അപ്പോഴാണ് അവൻ കാണുന്നത് അവൻ്റെ അമ്മ അപ്പുറത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫിഷിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കീറിപ്പറിക്കുന്നുണ്ട് അവൻ്റെ കാലുകൊണ്ട്, കൊക്കുകൊണ്ടൊക്കെ. അപ്പോൾ ഹി ബെഗ്ഡ് ഹിസ് മദർ ടു ഗീവ് ഹിം ഫുഡ്. അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഗാ ഗാ എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കേണ്ടതാണ്. റിക്വസ്റ്റിംഗ് ഫോർ ഫുഡ്, ഫുഡിന് വേണ്ടി അപേക്ഷിക്കുകയാണ്, യാചിക്കുകയാണ് ചെയ്യുന്നത്. ദ മദർ ലേറ്റർ ടു കെ പീസ് ഓഫ്. അവസാനം അമ്മയ്ക്കിത് സഹിക്കാൻ പറ്റാതായി. അമ്മ എന്ത് ചെയ്തു? ഒരു കഷ്ണം ഫിഷ് എടുത്ത് അതിൻ്റെ കൊക്കിൽ കൊത്തിക്കൊണ്ട് കെയും ഫ്ലൈയിങ് ഓവർ ഹിം, അതിന് നേരെ പറന്നു. വെൻ ഷി റീച്ച്ഡ് ഓവർ ഹിം ഷി ബിക്കെയിം മോഷൻലെസ്. അങ്ങനെ ഏകദേശം അടുത്തെത്താറായപ്പോൾ തന്നെ ഷി ബിക്കെയിം മോഷൻലെസ്. അവളിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചലനമില്ലാതെ നിൽക്കുകയാണ്, എയറിൽ, ഇൻ ദ എയർ. ദെങ് സീഗൽ ബെൻഡ് ഫോർവേഡ് ആൻഡ് ജംപ്ഡ് അറ്റ് ദ ഫിഷ്. അപ്പോൾ യങ് സീഗൽ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. യങ് സീഗലിന് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതായി അവൻ്റെ വിശപ്പ്. അതുകൊണ്ട് തന്നെ അവൻ കുനിഞ്ഞിന്ന് ആ ഫിഷിൻ്റെ നേരേക്ക് ഒരൊറ്റ ചാട്ടം. അപ്പോൾ ടെംപ്റ്റ് ചെയ്തതാണ്. ഇവിടെ മോട്ടിവേഷൻ എന്ത് കാണിച്ചുകൊണ്ടാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഫിഷ് കാണിച്ചുകൊണ്ടാണ്. അതിനുള്ള കാരണം എന്താണ്? അവൻ്റെ വിശപ്പ് അല്ലേ? അപ്പോൾ ഹി ലോസ്റ്റ് ഹിസ് ബാലൻസ്. അപ്പോൾ ആദ്യം അവൻ്റെ ബാലൻസ് അവന് നഷ്ടമായി. ആൻഡ് ഫ്ലൂ ഡൗൺ ഫ്രം ദ റോക്സ് ഇൻ ടു ദി സ്പേസ്. അങ്ങനെ അവൻ എവിടേക്ക് പോയി? ആ ഫ്ലൂ ഡൗൺ, അങ്ങനെ താഴത്തേക്ക് പറക്കുകയാണ്. ഇപ്പോൾ അവന് സ്പേസിൽ ഇങ്ങനെ പറക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആഫ്റ്റർ എ മൊമെൻറ്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡിങ് ഔട്ട്വേർഡ്സ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ചിറകുകൾ വിടരുന്നതായിട്ട് തോന്നി. ആൻഡ് ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ്. അപ്പോൾ വിടർന്ന് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ചിറക് കൊണ്ടുള്ള പ്രയോജനം അവന് മനസ്സിലായി. അവൻ ചിറകിട്ടടിക്കാൻ തുടങ്ങി. ആൻഡ് സോർട്ട്, പതുക്കെ മുകളിലേക്ക് പറക്കാൻ തുടങ്ങി അമ്മയ്ക്കടുത്തേക്ക്. ഹിസ് പാരൻസ് ആൻഡ് സിബ്ലിംഗ് ഫ്ലൂ അറൗണ്ട് ഹിം. അപ്പോഴേക്കിനും അവൻ്റെ പാരൻസും, അച്ഛനും അതുപോലെ തന്നെ അവൻ്റെ സഹോദരങ്ങളും, ചെറിയ സഹോദരിയുണ്ട് അല്ലേ, അവന് ചുറ്റും അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ട് പറക്കാൻ തുടങ്ങി. ദേ വേർ എക്സ്ട്രീംലി ഹാപ്പി. അവർ വളരെയധികം സന്തോഷിച്ചു. ആൻഡ് ദേ ഓൾ എക്സ്പ്രസ്ഡ് ദെയർ ജോയ് ഓൺ ഈ സക്സസ്ഫുൾ ഫ്ലൈറ്റ്. അങ്ങനെയാണ് യങ് സീഗൽ അവൻ്റെ ആദ്യത്തെ പറക്കൽ വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കിയത്. ആരുടെ മോട്ടിവേഷൻ കാരണമാണ്? മദർ അല്ലേ, ഫാമിലി സപ്പോർട്ട്, അതുപോലെ തന്നെ മദർ സീഗലിൻ്റെ ആ ഒരു എൻകറേജ്മെൻറ്റ്, മോട്ടിവേഷൻ. കൂടാതെ അവൻ്റെ ഒരു നെസസിറ്റി എന്തായിരുന്നു? അവന് അത്യാവശ്യം, അവനാകെ വിശക്കുന്നുണ്ട്. ആ വിശപ്പ് മാറ്റാൻ വേണ്ടി അവന് പറന്നേ മതിയാകൂ, ഫിഷിൻ്റെ അടുത്തേക്ക് ചാടിയേ മതിയാകൂ. അപ്പോൾ ഇതൊക്കെയാണ് യങ് സീഗലിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പറക്കലിനുണ്ടായിരുന്ന രഹസ്യം. ഇതാണ് ഷോർട്ട് സമ്മറി നമ്മുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ളത്. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യങ് സീഗലിൻ്റെ ഷോർട്ടാക്കിയിട്ടുള്ള സെൻറ്റൻസ് നോക്കാം പഠിക്കാൻ എളുപ്പത്തിന് കേട്ടോ. ദ യങ് സീഗൽ ഈസ് എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാമോ ഫ്ലഹെർട്ടി. മനസ്സിലായല്ലോ. രണ്ടാമത്തത്, ഹി വാസ് ലെഫ്റ്റ് അലോൺ ഓൺ ദ ലെഡ്ജ്. ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. അതിൽ പറഞ്ഞ സംഭവം തന്നെയാണ് പറയുന്നത്. ഹി ലാക്ക്ഡ് കോൺഫിഡൻസ്. ഹി തോട്ട് ഹിസ് ബീങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. ഹി വാസ് ഓൾസോ അഫ്രൈഡ് ഓഫ് ദ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് ദ സീ. ഹിസ് സിബ്ലിങ്സ് ഫ്ലൂ ടു ദി അതർ സൈഡ്. Young Seagull was starving for a long time. His parents tried to motivate him. His mother approached with a piece of fish and halted in the air.
Maddened by hunger, the young seagull dived for the fish. That helped him to make his first flight. A journey of 1,000 miles begin with a single step. വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സ് കൊണ്ടാണ് യങ് സീഗലിൻ്റെ ക്യാരക്ടർ എഴുതിയിരിക്കുന്നത്. ഇത് ഒരു 3-4 മാർക്കിന് നമുക്ക് ചോദിക്കുള്ളൂ. അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി മദർ സീഗലിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മദർ സീഗൽ. The mother seagull is a character in the story His First Flight, ലിയാം ഓഫ് ലഹേർട്ടി. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എല്ലാത്തിലും ഒരുപോലെ അല്ലേ. ഇനി രണ്ടാമത്, ഷി അപ്പിയേഴ്സ് ടു ബി ടഫ് ആൻഡ് മോട്ടിവേറ്റിംഗ് ക്യാരക്ടർ. അവരെങ്ങനെയാണ്? നല്ല ടഫാണ്, മോട്ടിവേറ്റിംഗ് ക്യാരക്ടറാണ്. ഇൻ റിയാലിറ്റി ഷീ ഈസ് ലവിങ് ആൻഡ് കെയറിങ്. പക്ഷേ നമ്മൾക്കറിയാം അമ്മ പട്ടിണിക്കിടുമ്പോൾ ഒരു ക്രൂവൽ ക്യാരക്ടറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ ശരിക്കും അമ്മ എന്താണ്? ലവിങ് ആണ്, കെയറിങ് ആണ്, ഫോർ ദ ഗുഡ്നെസ് അല്ലേ. ആ കുട്ടിയുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അമ്മ ഒരു ക്രൂവൽ ക്യാരക്ടർ ആണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. കാരണം ഒരു മകനെ പട്ടിണിക്കിട്ട് നടക്കുന്ന ഒരമ്മ തീർച്ചയായിട്ടും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ക്രൂവലാണ്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണ് ശരിക്കും? ഷീ ഈസ് ലവിങ് ആൻഡ് കെയറിങ് ഫോർ ഹർ ചൈൽഡ് അല്ലേ. ശരിക്കും അമ്മ ആ കുട്ടിയുടെ സ്നേഹവും ശ്രദ്ധയും പിടിച്ചു പറ്റുന്നത് കൊണ്ടാണ്. ഷീ നോസ് ഹർ ചിൽഡ്രൻ ബെറ്റർ ദാൻ എനി അതർ പേഴ്സൺ. അതും അതിൻ്റെ ആൻസറാണ് കേട്ടോ. കാരണം അവൾക്കറിയാം അവളുടെ കുട്ടികൾ മറ്റുള്ളവരെക്കാൾ നന്നാവണമെന്നുള്ളത്. ഷീ റിയലൈസസ് ദാറ്റ് ഹർ ലിറ്റിൽ വൺ നീഡ്സ് എ ലോട്ട് ഓഫ് മോട്ടിവേഷൻ ടു അച്ചീവ് ഹിസ് ഗോൾ ഓഫ് ഫ്ലൈയിങ്. പിന്നെ അതുപോലെ തന്നെ അവൾ തിരിച്ചറിഞ്ഞ കാര്യം എന്താണ്? ചെറിയ ചെറിയ ആവശ്യങ്ങൾ മോട്ടിവേഷനിലൂടെ തീർച്ചയായിട്ടും ആ പക്ഷിയുടെ പറക്കൽ എന്നുള്ള ഗോള് സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഷീ ക്രിയേറ്റ്സ് എ ചലഞ്ചിങ് സിറ്റുവേഷൻ. അതുകൊണ്ടാണ് അവരൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർ ദ യങ് സീഗൾ ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ആ ചലഞ്ചിങ് സിറ്റുവേഷൻ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഫിഷുമായിട്ട് പറന്ന് അതിൻ്റെ അടുത്തേക്ക് പോകുന്നതും അതിനെ വിളിച്ച് ശരിക്കും ആ ഫിഷിനെ കണ്ട് ഡൈവ് ചെയ്യുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻ. ഷി അപ്പിയേഴ്സ് വിത്ത് എ പീസ്. അതാണ് ആ സിറ്റുവേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഷി അപ്പിയേഴ്സ് വിത്ത് എ പീസ് ഓഫ് ഫിഷ് ബട്ട് ഹോൾസ് ഇൻ ദ എയർ. വളരെ കോൺഫിഡൻസോട് കൂടിയാണ് അമ്മ അത് ചെയ്യുന്നത്. മാഡൻഡ് ബൈ ഹങ്കർ, ദ യങ് സീഗൾ ഡൈവ്സ് ഫോർ ദ ഫിഷ്. ദ മദർ ഹെൽപ്സ് ദ യങ് സീഗൾ ടു ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ്, ബിക്കം സെൽഫ് റിലയൻറ്റ്. അപ്പോൾ അമ്മയുടെ ലക്ഷ്യം എന്താണ്? യങ് സീഗൾ എന്താവണം? സെൽഫ് കോൺഫിഡൻസ് ആവണം ആൻഡ് സെൽഫ് റിലയൻ്റ് ആവണം. പാരൻസ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ് ഓഫ് ദെയർ ചിൽഡ്രൻ. അതാണ്, പാരൻസ് ആണ് കുട്ടികളുടെ ആദ്യത്തെ ടീച്ചേഴ്സ്. ചിൽഡ്രൻ ലേൺ ദ ലെസൺ ഓഫ് ഫാമിലി മോസ്റ്റ്ലി ഫ്രം ഹോം. കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് ഇവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്. ദ മദർ സീഗൾ ഇൻ ദ സ്റ്റോറി ഈസ് റോൾ മോഡൽ ഫോർ ഓൾ ദ മദേഴ്സ്. കൂടാതെ ഇവിടെ മദർ സീഗൾ എല്ലാ അമ്മമാർക്കും ഒരു റോൾ മോഡലും കൂടിയാണ്. അപ്പോൾ 2 കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചായി വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഷോർട്ടാക്കിയിട്ടുള്ള സെൻറ്റൻസ് നോക്കാം പഠിക്കാൻ എളുപ്പത്തിന് കേട്ടോ. ദ യങ് സീഗൾ ഈസ് എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഓഫ് ലഹേർട്ടി. മനസ്സിലായല്ലോ? രണ്ടാമത്തത്, ഹി വാസ് ലെഫ്റ്റ് അലോൺ ഓൺ ദ ലെഡ്ജ്. ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. അതിൽ പറഞ്ഞ സംഭവം തന്നെയാണ് പറയുന്നത്. ഹി ലാക്ക്ഡ് കോൺഫിഡൻസ്. ഹി തോട്ട് ഹിസ് ബീങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. ഹി വാസ് ഓൾസോ അഫ്രൈഡ് ഓഫ് ദ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് ദ സീ. His siblings flew to the other side. Young seagull was starving for a long time. His parents tried to motivate him. His mother approached with a piece of fish and halted in the air. Maddened by hunger, the young seagull dived for the fish. That helped him to make his first flight. A journey of 1,000 miles begin with a single step. വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സ് കൊണ്ടാണ് യങ് സീഗലിൻ്റെ ക്യാരക്ടർ എഴുതിയിരിക്കുന്നത്. ഇത് ഒരു 3-4 മാർക്കിന് നമുക്ക് ചോദിക്കുള്ളൂ. അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി മദർ സീഗലിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മദർ സീഗൽ. ദ മദർ സീഗൽ ഈസ് എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ലിയാം ഓഫ് ലഹേർട്ടി. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എല്ലാത്തിലും ഒരുപോലെ അല്ലേ. ഇനി രണ്ടാമത്, ഷി അപ്പിയേഴ്സ് ടു ബി ടഫ് ആൻഡ് മോട്ടിവേറ്റിംഗ് ക്യാരക്ടർ. അവരെങ്ങനെയാണ്? നല്ല ടഫാണ്, മോട്ടിവേറ്റിംഗ് ക്യാരക്ടറാണ്. ഇൻ റിയാലിറ്റി ഷീ ഈസ് ലവിങ് ആൻഡ് കെയറിങ്. പക്ഷേ നമ്മൾക്കറിയാം അമ്മ പട്ടിണിക്കിടുമ്പോൾ ഒരു ക്രൂവൽ ക്യാരക്ടറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ ശരിക്കും അമ്മ എന്താണ്? ലവിങ് ആണ്, കെയറിങ് ആണ്, ഫോർ ദ ഗുഡ്നെസ് അല്ലേ. ആ കുട്ടിയുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അമ്മ ഒരു ക്രൂവൽ ക്യാരക്ടർ ആണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. കാരണം ഒരു മകനെ പട്ടിണിക്കിട്ട് നടക്കുന്ന ഒരമ്മ തീർച്ചയായിട്ടും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ക്രൂവലാണ്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണ് ശരിക്കും? ഷീ ഈസ് ലവിങ് ആൻഡ് കെയറിങ് ഫോർ ഹർ ചൈൽഡ് അല്ലേ. ശരിക്കും അമ്മ ആ കുട്ടിയുടെ സ്നേഹവും ശ്രദ്ധയും പിടിച്ചു പറ്റുന്നത് കൊണ്ടാണ്. ഷീ നോസ്
ഹർ ചിൽഡ്രൻ ബെറ്റർ ദാൻ എനി അതർ പേഴ്സൺ. അതും അതിൻ്റെ ആൻസറാണ് കേട്ടോ. കാരണം അവൾക്കറിയാം അവളുടെ കുട്ടികൾ മറ്റുള്ളവരെക്കാൾ നന്നാവണമെന്നുള്ളത്. ഷീ റിയലൈസസ് ദാറ്റ് ഹർ ലിറ്റിൽ വൺ നീഡ്സ് എ ലോട്ട് ഓഫ് മോട്ടിവേഷൻ ടു അച്ചീവ് ഹിസ് ഗോൾ ഓഫ് ഫ്ലൈയിങ്. പിന്നെ അതുപോലെ തന്നെ അവൾ തിരിച്ചറിഞ്ഞ കാര്യം എന്താണ്? ചെറിയ ചെറിയ ആവശ്യങ്ങൾ മോട്ടിവേഷനിലൂടെ തീർച്ചയായിട്ടും ആ പക്ഷിയുടെ പറക്കൽ എന്നുള്ള ഗോള് സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഷീ ക്രിയേറ്റ്സ് എ ചലഞ്ചിങ് സിറ്റുവേഷൻ. അതുകൊണ്ടാണ് അവരൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർ ദ യങ് സീഗൾ ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ആ ചലഞ്ചിങ് സിറ്റുവേഷൻ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഫിഷുമായിട്ട് പറന്ന് അതിൻ്റെ അടുത്തേക്ക് പോകുന്നതും അതിനെ വിളിച്ച് ശരിക്കും ആ ഫിഷിനെ കണ്ട് ഡൈവ് ചെയ്യുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻ. ഷീ അപ്പിയേഴ്സ് വിത്ത് എ പീസ്. അതാണ് ആ സിറ്റുവേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഷീ അപ്പിയേഴ്സ് വിത്ത് എ പീസ് ഓഫ് ഫിഷ് ബട്ട് ഹോൾസ് ഇൻ ദ എയർ. വളരെ കോൺഫിഡൻസോട് കൂടിയാണ് അമ്മ അത് ചെയ്യുന്നത്. മാഡൻഡ് ബൈ ഹങ്കർ ദ യങ് സീഗൾ ഡൈവ്സ് ഫോർ ദ ഫിഷ്. ദ മദർ ഹെൽപ്സ് ദ യങ് സീഗൾ ടു ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ്, ബിക്കം സെൽഫ് റിലയൻറ്റ്. അപ്പോൾ അമ്മയുടെ ലക്ഷ്യം എന്താണ്? യങ് സീഗൾ എന്താവണം? സെൽഫ് കോൺഫിഡൻസ് ആവണം ആൻഡ് സെൽഫ് റിലയൻ്റ് ആവണം. പാരൻസ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ് ഓഫ് ദെയർ ചിൽഡ്രൻ. അതാണ്, പാരൻസ് ആണ് കുട്ടികളുടെ ആദ്യത്തെ ടീച്ചേഴ്സ്. ചിൽഡ്രൻ ലേൺ ദ ലെസൺ ഓഫ് ഫാമിലി മോസ്റ്റ്ലി ഫ്രം ഹോം. കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് ഇവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്. ദ മദർ സീഗൾ ഇൻ ദ സ്റ്റോറി ഈസ് റോൾ മോഡൽ ഫോർ ഓൾ ദ മദേഴ്സ്. കൂടാതെ ഇവിടെ മദർ സീഗൾ എല്ലാ അമ്മമാർക്കും ഒരു റോൾ മോഡലും കൂടിയാണ്. അപ്പോൾ രണ്ട് കഥാപാത്രങ്ങളുടെ പിന്നെ ക്യാരക്ടർ സ്കെച്ചായി വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മദർ സീഗലിൻ്റെ ഒരു എക്സ്പാൻഡ് ചെയ്തത് കേട്ടോ. ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് മദർ സീഗൽ ഈസ് പോർട്രേഡ് ആസ് ടഫ് ആൻഡ് മോട്ടിവേറ്റിംഗ് ക്യാരക്ടർ. നേരത്തെ പറഞ്ഞ അതേ സെൻറ്റൻസ് തന്നെയാണ്, അതൊന്ന് സെൻറ്റൻസ് എലാബറേറ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രം. ഷി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ലിറ്റിൽ വൺ നീഡഡ് എ ലോട്ട് ഓഫ് മോട്ടിവേഷൻ ടു അച്ചീവ് ഹിസ് ഗോൾ ഓഫ് ഫ്ലൈയിങ്. Initially, she tried threatening the young seagull in many ways, but to no avail. Even as his parents and siblings flew high, he did not make any attempt other than flapping his wings. അപ്പോൾ this is because he was afraid of falling down. അപ്പോൾ പക്ഷിക്ക് പറക്കാനുള്ള പേടി, വീഴുന്നുള്ളൊരു പേടിയാണ്. മറ്റുള്ളവരെല്ലാം പറന്നു പോയിട്ടും അത് വെറുതെ ചിറകിട്ടടിക്കുക എന്നല്ലാതെ പറക്കാൻ വേണ്ടിയിട്ട് ഒരു അറ്റംപ്റ്റ് പോലും ചെയ്യുന്നില്ല. The mother seagull realized that the need to fly would make the little one and to do so. She took a piece of fish. എന്തായാലും അതിനുള്ള ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഇവിടെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടല്ലോ. ഫിഷ് ആൻഡ് സ്റ്റാർട്ടഡ് അപ്രോച്ചിങ് ഹിം. ദ ഹംഗ്രി ലിറ്റിൽ സീഗൾ സ്ക്രീംഡ് ഇൻ ഡിലൈറ്റ് ബട്ട് ദ മദർ സ്റ്റോപ്പ്ഡ് ജസ്റ്റ് ബിയോണ്ട് ഹിസ് റീച്ച്. കുറച്ച് തൊട്ടടുത്തെത്താൻ നേരത്താണ് അമ്മ അവിടെ സ്റ്റോപ്പ് ആവുന്നത്. ഇൻ ഹിസ് ഈഗേർനെസ് ടു ഗെറ്റ് ദ ഫുഡ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ആകാംക്ഷയിൽ, ആ ഒരു ആക്രാന്തം നമുക്ക് പറയാം. ദ യങ് ബേർഡ് സ്റ്റാർട്ടഡ് ഡൈവിങ്. അപ്പോൾ യങ് ബേർഡ് എന്ത് ചെയ്തു? അതിന് ചാടി. ദ മദർ റോസ് എ ലിറ്റിൽ ഹയർ ആൻഡ് ലിറ്റിൽ സീഗൾ ഫെൽ ഡൗൺ വെൻ ട്രൈങ് ടു ഡൈവ്. സ്ലോലി ഹി അർജ്ഡ് ഹിംസെൽഫ് ടു കീപ് ട്രൈങ് ആൻഡ് മേഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ യങ് സീഗളിൻ്റെ അമ്മയുടെ ആ ഒരു പരിശ്രമം കൊണ്ട് അമ്മ കുറച്ച് യങ് സീഗൾ പറക്കുന്നതിനനുസരിച്ച് അങ്ങനെ ഹയറായിട്ട് ഇങ്ങനെ കുറച്ച് ഉയർന്ന് അങ്ങനെ പറക്കാൻ തുടങ്ങി. ആ ഒരു പരിശ്രമം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധി കൊണ്ട് മാത്രം, ഒരു ഇൻ്റലിജൻറ്റ് മദറാണ് അവർ. അതുകൊണ്ട് മാത്രമാണ് യങ് സീഗളിന് എന്ത് ചെയ്യാൻ പറ്റിയത്? പറക്കാൻ സാധിച്ചത്. ദസ് ദ മദർ മോട്ടിവേറ്റഡ് ദ യങ് വൺ ടു ഡു what was expected of him, even if it meant that the latter had to fall down a few times. She knew very well that fear was the only thing in this world that actually had to be feared. So she used food to arouse the little one's need. അപ്പോൾ ഭക്ഷണം കാണിച്ചുകൊണ്ടാണ് ആ ചെറിയ പക്ഷിയുടെ ആഗ്രഹം, അതായത് ഒരു വലിയ കഴിവിനെ കണ്ടെത്താൻ അമ്മയ്ക്ക് സാധിച്ചത് അല്ലേ. അപ്പോൾ എന്താണോ നമ്മളെ പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷയ്ക്ക് ഉള്ള റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അതിനുള്ളൊരു ആവശ്യം നമ്മുടെ മുന്നിൽ വരണം. എന്നാലേ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുള്ളൂ. ഇനി അനദർ ക്വസ്റ്റ്യൻ, ശരിക്കും ഇതിലെപ്പോഴും ജനറലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. എല്ലാ എക്സാമിനും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഷീ ഈസ് ദ മദർ ഓഫ്. ഇവിടെ ഹിസ് മദർ വാസ് ടെംപ്റ്റിംഗ് ഹിം വിത്ത് ദ ഫുഡ് ദാറ്റ് ഷീ ഡിഡ് നോട്ട് കം ക്ലോസ്. He was maddened by the hunger. Thus, he was compelled to fly towards the food. ഇവിടെ ഒരു ഓർമ്മ ഉണ്ടല്ലോ, യങ് സീഗലിൻ്റെ അമ്മ ചെയ്ത ആ ഒരു ക്വിക്ക് ഐഡിയ, റോൾ ഓഫ് പാരൻസ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ റോൾ ഓഫ് പാരൻസ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ ചിൽഡ്രൻ. കുട്ടികളുടെ വളർച്ചയ്ക്ക് അമ്മമാരുടെ പങ്ക്, അതിനെക്കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ എഴുതിക്കാം. പാരൻസ് അധികം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ.
പാരൻസ് ക്യാൻ പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ. ദേ പ്രൊവൈഡ് കെയർ ആൻഡ് സപ്പോർട്ട്. അവരെന്തൊക്കെ കൊടുക്കുന്നുണ്ട്? കെയർ കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് റിക്വേർഡ്. കുട്ടികൾ എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്ന സമയത്ത് അതൊക്കെ കൊടുക്കുന്നുണ്ട്. ദ സ്റ്റോറി ഓഫ് ദ സീഗൽ ഈസ് എൻ എക്സാമ്പിൾ. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ സീഗലിൻ്റെ സ്റ്റോറി. ദ ലിറ്റിൽ സീഗൽ വാസ് നോട്ട് കോൺഫിഡൻറ്റ്. ആ സീഗലിന് കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നില്ല. മോർ ഓവർ ഇറ്റ് വാസ് അഫ്രൈഡ് ഓഫ് ഫ്ലൈങ്. അതിനേക്കാൾ ഉപരി അത് പറക്കാൻ പേടിയായിരുന്നു. ദെൻ ദ മദർ കംസ് വിത്ത് ഫുഡ് ആൻഡ് ബട്ട് സീറ്റ്സ് അറ്റ് എ ഡിസ്റ്റൻസ്. കുറച്ച് അകലത്തിൽ തന്നെ ഭക്ഷണവുമായിട്ട് വന്ന് നിൽക്കുന്നു. ഷി ഡസ് നോട്ട് ഗീവ് ഹിം ഫുഡ് കൊടുക്കുന്നില്ല. ഷി വാസ് ടെംപ്റ്റിംഗ് ഹിം. അങ്ങനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്ന ഫുഡിനെ. ബട്ട് ഷി ഡിഡ് നോട്ട് കം ക്ലോസ്. അപ്പോൾ വളരെ അടുത്തേക്ക് വരാനും കൂട്ടാക്കുന്നില്ല. ഷി വാസ് മാഡൻഡ് ബൈ ഹങ്കർ. അങ്ങനെ അവന് വിശപ്പ് കൊണ്ട് സഹിക്കാൻ വയ്യാതെ, ഇൻ അതർ വേർഡ്സ് വേറൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ഹി വാസ് കമ്പൽഡ് ടു ഫ്ലൈ ടുവാർഡ്സ് ഹിസ് മദർ. ആ ഫുഡിൻ്റെ അടുത്തേക്ക് അവൻ പറക്കാൻ നിർബന്ധിതനായി. ദസ് ദ ബേർഡ്സ് ലേൺസ് ടു ഫ്ലൈ. അങ്ങനെയാണ് ആ പക്ഷി പറക്കാൻ പഠിച്ചത്. ദിസ് ഈസ് ദ റോൾ ഓഫ് എ പാരൻറ്റ്. ഗിവ് എ മാൻ ഫിഷ്, ഹി ഈറ്റ്സ് ബട്ട് ലേൺ നത്തിങ്. അപ്പോൾ നമുക്ക് ഒരു ഫിഷ് കൊടുക്കുകയായിരുന്നെങ്കിൽ ഒന്നും പഠിക്കില്ല. അവിടെ എന്തെങ്കിലും പഠിക്കുമോ? ഇല്ല. എന്തൊക്കെ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും പഠിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ച് ഹിം ഹൗ ടു ക്യാച്ച് എ ഫിഷ്. പക്ഷെ അവനെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് മീൻ പിടിക്കുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത് കേട്ടോ. കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ പൈസ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വേണ്ട ക്യാഷ് ആണല്ലോ. അപ്പോൾ ക്യാഷ് ഇങ്ങനെ കൊടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല. പകരം എന്ത് ചെയ്യുക, എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്നുള്ള കാര്യം, നമ്മൾ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. എന്നാലേ അവരത് പഠിക്കുള്ളൂ. ഹി ലേൺസ് ഹൗ ടു ലിവ്. അങ്ങനെ ആകുമ്പോഴേ അവൻ ജീവിക്കാൻ പഠിക്കുള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് ടു മച്ച് അഫെക്ഷൻ. അതിനേക്കാൾ ഉപരി കൂടുതൽ വാത്സല്യം അതല്ലെങ്കിൽ കൂടുതൽ സ്നേഹമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദ മോഡേൺ പേരൻസ് മസ്റ്റ് പ്രൊവൈഡ് ചലഞ്ചിങ് സിറ്റുവേഷൻ ടു ദ ചിൽഡ്രൻ. കാരണം കുട്ടികൾക്ക് ഇന്ന് പാരൻസ് നേരിടേണ്ടി വരുന്നത് അങ്ങനത്തെ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കണം. ദെൻ ഓൺലി ദ ഗ്രോ അപ്പ് ടു ഫേസ് ലൈഫ്. ജീവിതത്തിൽ എന്തൊക്കെ വെല്ലുവിളികളാണോ നേരിടേണ്ടത്, ആ വെല്ലുവിളികൾ മുഴുവൻ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനമാണ് അവർക്ക് വേണ്ടത്. അതാണ്. കാരണം എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കണം ഫാമിലി മെമ്പേഴ്സ്. അതുപോലെ തന്നെ അതല്ലെങ്കിൽ എപ്പോഴും ഒരു ശരിക്കും പില്ലറാണ്. സപ്പോർട്ടീവായിട്ട് അവരുടെ ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ ഫാമിലി മെമ്പേഴ്സ് നിൽക്കേണ്ടത്. ഇനി ഇതിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത് ഒരു ഡിബേറ്റാണ് തന്നിട്ടുള്ളത്. ഡിബേറ്റ് എന്നാണ് ഫാമിലി പ്ലേസ് മേജർ റോൾ ഇൻ ബിൽഡിംഗ് കോൺഫിഡൻസ്. അതും കൂടെ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് അതിലൊന്നാണിത്. ഫാമിലി പ്ലേസ് എ മേജർ റോൾ ഇൻ ബിൽഡിംഗ് കോൺഫിഡൻസ്. ഡിബേറ്റ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു ഡിബേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ടോപ്പിക് നമുക്ക് തരും. കാരണം ഫാമിലി ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതിൽ ഫാമിലിക്ക് നല്ലൊരു റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് 1 അതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സാണ് 4 അതിന് ഓപ്പോസിറ്റ് ഉള്ള പോയിൻറ്റ്സാണ്. അപ്പോൾ ഒരു ആർഗ്യുമെൻ്റാണ് നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ പറയുന്നത്. ആർഗ്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് എഴുതുക, അതല്ലെങ്കിൽ അതിനെ ഓപ്പോസ് ചെയ്തിട്ട് എഴുതാനാണ് നിങ്ങളോട് പറയാം. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചിലപ്പം സപ്പോർട്ട് ചെയ്യാനുള്ള പോയിൻറ്റ്സ് അവിടെ തന്നിട്ടുണ്ടാവാം, അതിൻ്റെ ഓപ്പോസിറ്റ് ആവും നമ്മൾ എഴുതേണ്ടി വരിക. അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് തന്നിട്ടുണ്ടാവും, നമ്മളതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. ഇവിടെ 2 പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഫാമിലി ഹെൽപ്സ് ചിൽഡ്രൻ ടു എക്സ്പ്രസ് ദെയർ ഓപ്ഷൻസ് ഫ്രീലി. അപ്പോൾ ഫാമിലി സഹായിക്കുന്നത് എങ്ങനെയാണ്? കാരണം കുട്ടികളുടെ ആഗ്രഹങ്ങളൊക്കെ അഭിപ്രായങ്ങൾ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം സഹായിക്കുന്നുണ്ട്. അതുപോലെ പ്രൊവൈഡ് സ്പേസ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റുള്ള സ്പേസ് അവർ കൊടുക്കുന്നുണ്ട്. ഫാമിലി ഗീവ്സ് മോർ എൻകറേജ്മെൻറ്റ്, അല്ലേ, കൂടുതൽ പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫാമിലി പ്രൊവൈഡ്സ് ഗുഡ് അറ്റ്മോസ്ഫിയർ ടു ചിൽഡ്രൻ ടു ഗ്രോ നാച്ചുറലി. ശരിക്കും അവർക്ക് വളരാനും അവരുടെ പുരോഗമനത്തിനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫാമിലി മേജർ റോൾ ചെയ്യുന്നില്ല എന്ന് പറയുന്ന സപ്പോർട്ട് പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണ്? ഫാമിലി സംടൈംസ് മേക്ക് എ ചിൽഡ്രൻ സെൽഫിഷ് ആൻഡ് അറഗൻറ്റ്. ചിലപ്പം കുട്ടികളെ അവരെന്താക്കി മാറ്റുന്നുണ്ട്? സെൽഫിഷ്, സ്വാർത്ഥരും അതുപോലെ തന്നെ പിടിവാശിക്കാരൊക്കെ ആക്കി മാറ്റുന്നുണ്ട്. പിന്നെ ഫാമിലി ഗിവ്സ് ടു മച്ച് ഫ്രീഡം. ഒരുപാട് ഫ്രീഡം കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ കുട്ടികളെ പാമ്പേഴ്സാക്കി മാറ്റാനും സാധിക്കും. കാരണം അവർ ഉത്തരവാദിത്തമില്ലാത്തവരായി മാറാനും ചാൻസ് ഉണ്ട്. സം ഫാമിലീസ് ഡോണ്ട് പ്രൊവൈഡ് ചാൻസ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ചിൽഡ്രൻ. ചില ഫാമിലീസ് കുട്ടികളുടെ പുരോഗമനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. കാരണം അവർക്ക് കുട്ടികളുടെ കഴിവ് കണ്ടെത്താനുള്ള ഒരു ശേഷി പോലുമില്ല. ലാസ്റ്റ്, സെർട്ടൻ ഫാമിലീസ് ഓവർ ബർഡൻ ചിൽഡ്രൻ വിത്ത് വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ചില കുട്ടികളാണെങ്കിലോ കുട്ടികളെ ഫാമിലി മെമ്പേഴ്സിന് ഒരു ഭാരമായിട്ട് തോന്നും. അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ അവരോട് എന്തെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ പറയാനും മടിയാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ 4 പോയിൻറ്റ്സ്. ഇതിനെക്കുറിച്ചുള്ള വേറെ ഏതെങ്കിലും ടോപ്പിക്കാണെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസാണ്.
ഇനി ഇതുപോലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരു 4-5 ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ നേരത്തെ ഡിസ്കസ് ചെയ്തത് കാരണം നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അതെന്തൊക്കെയാണെന്നുള്ളതും കൂടെ നോക്കി വെക്കാം. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വാട്ട് ഡു യു തിങ്ക് ആർ ദി റിക്കമെൻഡ് ടു ഈ സക്സസ് ഇൻ ലൈഫ് എന്ന് പറഞ്ഞത് ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയുള്ള ഒരു 6 പോയിൻറ്റ്സ് നമ്മൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആവശ്യം വരും. അപ്പോൾ നിങ്ങൾക്കറിയാം സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ പെർസീവറൻസ് വേണം, കോൺഫിഡൻസ് വേണം, കറേജ് വേണം, അതുപോലെ തന്നെ ഒരു എയിം വേണം, നീഡ് ആവശ്യം വേണം, അതായത് നെസസിറ്റി വേണം, ഡിറ്റർമിനേഷൻ വേണം അല്ലേ, പിന്നെ ഒപ്റ്റിമിസ്റ്റിക് ആവണം, ഓപ്പർച്യൂണിറ്റി കിട്ടണം. അപ്പോൾ ഒരുപാട് പോയിൻറ്റ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഉൾക്കൊള്ളിക്കണം. സീഗലിൻ്റെ ലൈഫിൻ്റെ 2 ഘട്ടങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സീഗലിൻ്റെ ലൈഫ് പരാജയപ്പെടാനുണ്ടായ കാരണം അറ്റ് ദ സ്റ്റാർട്ടിങ് ഓഫ് എ സ്റ്റോറി സീഗൽസ് ലൈഫ് അട്ടേർലി ഫെയിലർ ബട്ട് ദ എൻഡ് ഓഫ് ദി സ്റ്റോറി ഹീ സക്സീഡഡ് അല്ലേ. പിന്നെ എന്തായാലും അവസാനത്തിലായപ്പോഴേക്കും സക്സസ് ആയി കഴിഞ്ഞു. അതിനുള്ള കാരണം എന്താണ്? നീഡാണ് ഒന്നാമത്തെ കാരണം. പിന്നെ കോൺഫിഡൻസ് കിട്ടി, സപ്പോർട്ട് കിട്ടി, എൻകറേജ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താവുള്ളൂ, സക്സസ് ആവുള്ളൂ. ഓക്കെ, ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ എ മോൺസ്ട്രസ് ടെറർ സീസ്ഡ് ഹിം ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ. He could hear nothing, but it only lasted a moment. What happened after that moment? Based on reading of the story, his first flight, write a paragraph on Seagull's first flight. എന്താ ക്വസ്റ്റ്യൻ? പെട്ടെന്ന് അവൻ്റെ ഹാർട്ടിലേക്കൊരു ഭീമാകാരമായ ഒരു ഭയാനകമായ പേടി വന്നു അല്ലേ. അവൻ്റെ ഹാർട്ട് നിശ്ചലമായി, അവനൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതൊക്കെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതെപ്പോഴാണെന്നറിയോ സിറ്റുവേഷൻ ഉണ്ടായത്? അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ആ ഫിഷിന് വേണ്ടി പറക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഒറ്റച്ചാട്ടം ഫിഷിന് വേണ്ടി ചാടി. പിന്നെയാണ് അവന് ബോധം വന്നത്, കാരണം എന്താ സംഭവിച്ചെന്നുള്ളത്. പക്ഷേ അതൊക്കെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. ബേസ്ഡ് ഓൺ ദി റീഡിങ്. അപ്പോൾ ഈ സ്റ്റോറി വായിച്ചിട്ട് ഒരു യങ് സീഗലിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിനെ കുറിച്ച് എഴുതാനാണ്. നമുക്ക് എന്ത് എഴുതിച്ചാൽ മതി? യങ് സീഗലിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ സമ്മറി അതന്നെ എഴുതിച്ചാൽ മതി. കാരണം യങ് സീഗലിൻ്റെ ലൈഫിലുണ്ടായുള്ള മാറ്റവും അവൻ ആദ്യം പേടിച്ച കാര്യങ്ങളും ഇത് ക്ലൈമാക്സ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുവരേക്കുള്ള കാര്യങ്ങൾ ആഫ്റ്റർ ദാറ്റ്, അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളാണ് എഴുതി വെക്കേണ്ടത്. എന്താ അത് ആഫ്റ്റർ ദാറ്റ്? അതിന് ശേഷം എന്താ ഉണ്ടായത്? ഇങ്ങനെ ഇത് പറഞ്ഞതിന് ശേഷം അവന് തീർച്ചയായിട്ടും അവൻ്റെ പിന്നെ അമ്മയുടെ അടുത്തേക്ക് അവൻ്റെ ഫ്ലാപ്ഡ് ഹിസ് വിങ്സിലെ ഹി കുഡ് ഫ്ലാപ്ഡ് ഹിസ് വിങ്സ്, അവന് എന്ത് ചെയ്യാൻ പറ്റി? ചിറകുകളൊക്കെ വികസിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ പറന്നുയരാൻ സാധിച്ചു. പിന്നെ അവൻ്റെ അമ്മയ്ക്കൊപ്പം അതുപോലെ തന്നെ അച്ഛനൊപ്പം എന്ത് ചെയ്യാൻ പറ്റി? ഹി ഡൈവ്ഡ് അറ്റ് ദ സീ, ആ കടലിൽ ഊഴിടാനും അതുപോലെ വളരെ സാവധാനം പറക്കാനൊക്കെ സാധിച്ചു. അതാണ് സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ് ആ യങ് സീഗലിൻ്റെ. ആഫ്റ്റർ ദാറ്റ് മൊമെൻറ്റ് ദ യങ് സീഗൽ മേഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അതാണ് ആദ്യം വേണ്ടത്. യങ് സീഗൽ മേഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ പറക്കൽ കണ്ടു. ഹി വാസ് അഫ്രൈഡ് ഇൻ ദ ബിഗിനിങ്. സ്റ്റോറിയുടെ ആൻസറാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഞാൻ പറയുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആഫ്റ്റർ ദാറ്റ് മൊമെൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ അതാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ് മൊമെൻറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് മൊമെൻറ്റ് ദ യങ് സീഗൽ മേഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. യങ് സീഗൽ അതിൻ്റെ ആദ്യത്തെ പറക്കൽ സാധിച്ചു. ഹി വാസ് അഫ്രൈഡ് ഇൻ ദ ബിഗിനിങ്. ആദ്യം പേടിച്ചു. ഹി ലാക്ക്ഡ് കറേജ് ആൻഡ് കോൺഫിഡൻസ്. എന്താ കാരണം? ധൈര്യമില്ലായ്മ, കോൺഫിഡൻസ് ഇല്ലായ്മ. ബട്ട് ദ ഇൻ്റർവെൻഷൻ ഓഫ് ദ മദർ വിത്ത് എ കെയർ ആൻഡ് ലവ് മേഡ് ദ ഡിഫറൻസ്. പക്ഷേ അമ്മയുടെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും കൂടിയുള്ള ഇടപെടൽ അതാണ് അവൻ്റെ ജീവിതത്തിലെ മാറ്റം മറിച്ചത്. ഷീ ടോത്ത് ഹിം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈ. അങ്ങനെ അവന് പറക്കൽ എന്നുള്ള ആർട്ട് പഠിച്ചു കഴിഞ്ഞു. ഷീ മോട്ടിവേറ്റഡ് ഹിം ടു ഫ്ലൈ ഹൈ ലൈക്ക് എ സിബ്ലിങ്സ്. അതുപോലെ തന്നെ അമ്മ അവനെ മോട്ടിവേറ്റ് ചെയ്തു മറ്റുള്ളവരെ പോലെ പറക്കാൻ വേണ്ടി. ദ സ്റ്റോറി ടെൽസ് ആസ് ദ മദർ ഹാസ് ടു പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബ്രിങ്ങിങ് അപ്പ് ദെയർ ചിൽഡ്രൻ. നത്തിങ് ക്യാൻ ബി ഗെയിൻഡ് വിത്ത് ടേക്കിംഗ് റിസ്ക്. അപ്പോൾ അമ്മയുടെ റോൾ എന്താ ഇവിടെ? കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കുട്ടികളെ വിജയത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ എന്നെ കൂടാതെ റിസ്ക് എടുക്കാതെ ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ള ഒരു പാഠം കൂടെ അവരെ പഠിപ്പിക്കുക. സൈക്കോളജിക്കൽ ഇൻസൈറ്റ്സ് ആർ നീഡഡ് ഇൻ മോണിറ്ററിങ് ദ ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ഒരു പാഠം കൂടി ഉണ്ട്. കാരണം എപ്പോഴും നമുക്ക് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇൻസൈറ്റ് വേണം കുട്ടികളെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ദ റൈറ്റർ ടെൽസ് ആസ് ദ ഫസ്റ്റ് വിക്ടറി ഇൻ ദ ലൈഫ് ഓഫ് ദ യങ് സീഗൽ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് ഫ്ലൈറ്റിൽ എന്താണ് എന്നുള്ളത്. ദ ഹെൽപ്പിംഗ് ഹാൻഡ് ഓഫ് മെയ്ഡൻ ഫ്ലൈറ്റ് വാസ് എക്സ്റ്റെൻഡ് ബൈ ഹിസ് മദർ
ഹാവ് യു നോട്ടീസ്ഡ് സച്ച് എ സപ്പോർട്ട് ഇൻ യുവർ ലൈഫ് ടു? എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതുപോലെ ഒരു അമ്മയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. നറേറ്റ് യുവർ എക്സ്പീരിയൻസ് ഇൻ എ പാരഗ്രാഫ്. ഇതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാം. നിങ്ങൾ SSLC പഠിക്കുന്ന സമയത്ത് എക്സാം ഫേസ് ചെയ്യുമ്പോൾ അതിന് പേടി തോന്നിയിട്ടുണ്ട്, അമ്മയുടെ മോട്ടിവേഷൻ ഉണ്ടാവാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം മത്സരങ്ങൾ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്ത്. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ പിന്നെ ഐ വാസ് സ്റ്റഡിയിങ് ഇൻ 10th സ്റ്റാൻഡേർഡ് വെച്ച് തുടങ്ങാം. അമ്മയുടെ ആ മോട്ടിവേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതല്ലെങ്കിൽ വെൻ ഐ വാസ് അത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് വാക്കിങ്, കാരണം നടക്കാൻ പഠിക്കുന്ന സമയത്ത് വീഴുമ്പോൾ അമ്മയുടെ ഒരു കൈത്താങ്ങുണ്ടാവും. അമ്മ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അമ്മ ഇങ്ങനെ ഒരു കുറച്ച് ദൂരെ മാറി നിന്നുകൊണ്ട് കുട്ടികളെങ്ങനെ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതൊരു സപ്പോർട്ടാണല്ലേ, നമുക്ക് ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ ഇൻസിഡൻറ്റിനെ കുറിച്ച്, എന്താണോ നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ആ ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ മദർ സീഗൽ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ മേക്കിംഗ് അപ്പ് ദ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് ദ യങ് സീഗൽ. വാട്ട് ഈസ് ദ റോൾ ഓഫ് എ മദർ ഇൻ ദ ബ്രിങ്ങിങ് അപ്പ് ഹെർ ചിൽഡ്രൻ? റൈറ്റ് യുവർ ആൻസർ ഇൻ എ പാരഗ്രാഫ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. കാരണം അമ്മയുടെ റോള് എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെയൊക്കെയാണ് അമ്മ ഒരു യങ് സീഗലിൻ്റെ ലൈഫിൽ എത്രമാത്രം ഒരു റോളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ദ മദർ സീഗൽ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു റിയലൈസ് ദ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് ദ യങ് സീഗൽ. ആൻസറാണ് പറയുന്നത് നോ ഡൗട്ട് മദർ വാസ് എ മേജർ റോൾ ടു എക്വിപ്പ് ദ ചിൽഡ്രൻ ടു ഫേസ് ദ ചലഞ്ചസ്. അമ്മ തന്നെയാണ് ഈ കുട്ടികളുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നത്, അല്ലേ? equip the children and to face the challenges of the modern world. മോട്ടിവേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് അമ്മയുടെ അടുത്തുള്ള റോൾസ് വേണ്ടത്, അമ്മ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ റോൾ ഓഫ് മദർ, അപ്പോൾ എന്തൊക്കെ റോളിലാണ് അമ്മ നിൽക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത്. മോട്ടിവേഷൻ വേണം, കമ്പൽഷൻ വേണം, ആൻഡ് പ്രോപ്പർ സപ്പോർട്ട് ഫ്രം ദ സൈഡ് ഓഫ് മദർ ഹെൽപ്പ് ദെയർ ചിൽഡ്രൻ ഫ്ലൈ ഹൈ ടു ദ വേൾഡ് ഓഫ് സക്സസ്. ആ സെൻറ്റൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മോട്ടിവേഷൻ, കമ്പൽഷൻ ആൻഡ് പ്രോപ്പർ സപ്പോർട്ട് ഫ്രം ദ സൈഡ് ഓഫ് ദ മദർ help their children fly high to the world of success. The children should be dealt with the proper care and psychological insight. The unconditional love of a mother sets the mind of her children and let them grow with the emotional balance. ഒരുപാട് സ്നേഹം, വ്യവസ്ഥാപരമായിട്ടല്ലാത്ത ഒരുപാട് സ്നേഹം നമ്മൾ കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾക്ക് ഇതുപോലുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യാൻ സാധിക്കില്ല. അവർ പെട്ടെന്ന് ഇമോഷണലാവും, പെട്ടെന്ന് കരയും. ഒരു ചെറിയൊരു സംഭവം ടെൻഷനായാൽ മതി, അവർ പെട്ടെന്ന് തളർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചലഞ്ചസിനെ നേരിടാൻ അവരെ പഠിപ്പിക്കണം. വി ക്യാൻ സീ ദ റോൾ ഓഫ് കെയറിങ് മദർ ബിഹൈൻഡ് ദ സക്സസ് ഓഫ് എ വെരി ഗ്രേറ്റ് പേഴ്സണാലിറ്റി. എല്ലാ നല്ല വ്യക്തികളുടെയും അല്ലെങ്കിൽ മഹത്തായ വ്യക്തികളുടെയും പിന്നിൽ അവരുടെ വിജയത്തിൻ്റെ രഹസ്യം അവരുടെ അമ്മമാരായിരിക്കും. ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. APJ അബ്ദുൽ കലാം, ഒരുപാട് കാര്യങ്ങളിൽ APJ അബ്ദുൽ കലാം അമ്മയെ റോൾ മോഡലാക്കിയിട്ടുണ്ട്, അബ്രഹാം ലിങ്കൺ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് അമ്മ ഒരു റോൾ മോഡലായിട്ട്, എഡിസൺ, അപ്പോൾ അവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ റോൾ മോഡൽ അമ്മയായിട്ടാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുക, അമ്മയുടെ റോൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ഹാഡ് മേഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ലിയാമോ ഫ്ലഹട്ടി കൺക്ലൂഡ് ഹിസ് സ്റ്റോറി വിത്ത് ദ സെൻറ്റൻസ് വാട്ട് വർ ദ സ്റ്റബ്ലിംഗ് ബ്ലോക്ക് ദാറ്റ് യങ് സീഗൽ ഹാഡ് ടു ഫേസ്? ഹൂ ഹെൽപ്ഡ് ഹിം ടു ഫ്ലൈ ഹൈ? ഡു യു സീ എനി സ്റ്റബ്ലിംഗ് ബ്ലോക്ക് ടു മേക്ക് യുവർ ഡ്രീം ട്രൂ? പ്രിപ്പയർ റൈറ്റ് എക്സ്പ്രസിങ് യുവർ വ്യൂസ്. അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിനും നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, വാട്ട് were the stumbling block that young seagull had to face? എന്തൊക്കെ സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ് യങ് സീഗൽ ഫേസ് ചെയ്തത്? ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് കറേജ് ആൻഡ് ആദ്യത്തെ പറയാം എന്താണ് ശരിക്ക് ഫിയർ, അല്ലേ, ധൈര്യം, ഭയം. അപ്പോൾ അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഹു ഹെൽപ്ഡ് ഹിം ടു ഫ്ലൈ ഹൈ? ആരാണ് സഹായിച്ചത്? ദ മദർ സീഗലാണ്. അപ്പോൾ നിങ്ങളുടെ ഡ്രീംസ് ഇതുപോലെ സക്സസ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ നമുക്ക് പറയാം നമുക്കും കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, നമുക്കെന്തില്ല, ഒപ്റ്റിമിസം ഇല്ല. ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങളാണ്. അതിനെക്കുറിച്ചാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. റൈറ്റപ്പ് എഴുതുമ്പോൾ ഒരു പാരഗ്രാഫാക്കി എഴുതണം, അതിലൊരു ഹെഡിങ്ങും കൊടുക്കുക, മൈ ഡ്രീംസ്. എന്തെങ്കിലും ഇവിടെ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു മേക്ക് മൈ ഡ്രീംസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ അത് ഒരു പാരഗ്രാഫാക്കിയിട്ട് എഴുതുക. അതാണ് റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടോ, കുറിപ്പ് എഴുതുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫാമിലി ഈസ് എ ലിങ്ക് ടു ദ പാസ്റ്റ്, അബ്രിഡ്ജ് ടു ഫ്യൂച്ചർ. എക്സ്പ്രസ് യുവർ വ്യൂസ് ഓൺ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ പാരഗ്രാഫ് വിത്ത് റെഫറൻസ് ടു ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന സ്റ്റോറിയെ കണക്കാക്കിക്കൊണ്ടാണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഫാമിലി എന്താ ശരിക്കും പറഞ്ഞത്? ഫാമിലി എന്ന് പറയുന്നത് ഒരു ലിങ്കാണ്. ഏതിനൊക്കെ കണക്കാക്കിയിട്ടുള്ളത്? പാസ്റ്റ് ആൻഡ്
ഫ്യൂച്ചർ രണ്ടിൻ്റെയും ഇടയിൽ. കാരണം നല്ല നിലയ്ക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി അത്യാവശ്യമാണ്, ഫാമിലി സപ്പോർട്ട് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റോറിയുമായി കണക്കാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ആൻസർ എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ ആ സപ്പോർട്ട് മദറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം, ഫാമിലിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം, എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ വിത്ത് ദിസ് വി ഹാവ് ടു വൈൻഡ് അപ്പ് അവർ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഇരുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യന് ഫില്ലിൻ ദ ബ്ലാങ്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സെൻറ്റൻസ് അതായത് പാസേജ് നമ്മുടെ സ്റ്റോറി നന്നായിട്ട് വായിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ ടെക്സ്റ്റുവൽ സെൻറ്റൻസുകൾ തരാം എഡിറ്റ് ചെയ്യാൻ, അണ്ടർലൈൻ ചെയ്യാതെ തന്നെ ആയിരിക്കും ടെക്സ്റ്റ് തരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.